നഴ്സ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ദന്തപാല തൈലത്തിൻ്റെ പ്രയോജനങ്ങൾ, ആർക്കൊക്കെ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം എന്നീ കാര്യങ്ങളാണ് പറയുന്നത്. സോറിയാസിസ് എന്ന് പറയുന്ന ചർമ്മരോഗത്തിനാണ് പ്രധാനമായും ദന്തപാല തൈലം ഉപയോഗിച്ച് വരുന്നത്. രണ്ടാമതായും താരനെ ട്രീറ്റ് ചെയ്യാൻ, ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്യാൻ ദന്തപാലം തൈലം ഉപയോഗിക്കുന്നു. താരൻ കൂടുതലായിട്ട് നമ്മുടെ ഐബ്രോസ്, ഐലിഡ്, അതേപോലെ ചെവിയുടെ പുറകിൽ, കഴുത്തിന് ചുറ്റുമായിട്ടൊക്കെ കൂടുതലായിട്ട് താരൻ ആയി വരുന്നൊരു കണ്ടീഷൻ, അതിനെ ട്രീറ്റ് ചെയ്യാനും ദന്തപാലം തൈലം ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഡ്രൈ സ്കിൻ, വരണ്ട, ചിലർക്കൊക്കെ കാലുകളിലൊക്കെ ഒരുപാട് വരണ്ട ചർമ്മം കാണും. അപ്പോൾ അതിനെയൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനും സ്കിന്നിനെ സ്മൂത്തായിട്ട് വെക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രൈ സ്കാൽപ്പ് ഉള്ളപ്പോഴായിരിക്കും താരൻ കൂടുതലായിട്ടാവുന്നത്. അപ്പോൾ അതിനെയൊക്കെ സ്മൂത്ത് ചെയ്യാനും ദന്തപാല തൈലം ഉപയോഗിക്കുന്നു. താരൻ കുറയാനും താരൻ കാരണമായിട്ടുള്ള മുടി പൊഴിച്ചിലിനെ ട്രീറ്റ് ചെയ്യാനും മുടിയുടെ ഒരു ഓവറോൾ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാനും ദന്തപാല തൈലം ഉപയോഗിക്കുന്നത് വഴി സാധിക്കും. മുഖത്ത് വരുന്ന പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സർക്കിൾ, ഡാർക്ക് സ്പോട്ട്, ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനും ദന്തപാല തൈലം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വൈദ്യരത്നത്തിൻ്റെ ദന്തപാല തൈലമാണ്. 100 ml 150 രൂപയാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി, കളർ വരുന്നത്. നല്ല പർപ്പിൾ വൈൻ കളറാണ്. അതേപോലെ കോട്ടയ്ക്കൽ, ശ്രീധരികം എന്നീ ആയുർവേദ ഫാർമസിയിൽ നിന്നെല്ലാം നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ വേറെ ഓയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് എടുത്ത് മിക്സ് ചെയ്തായാലും നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം പയറുപൊടിയോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ആയുർവേദിക് ഷാമ്പു ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ശുദ്ധമായ വെളിച്ചെണ്ണയും ദന്തപാലയുടെ ഇലയും, ഇത് മാത്രമാണ് നമുക്ക് എണ്ണ തയ്യാറാക്കാൻ വേണ്ടത്. ഇപ്പോൾ ഒരു 5 ലിറ്റർ വെളിച്ചെണ്ണയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിലേക്ക് 1 കിലോ 1.5 കിലോ അളവിൽ ദന്തപാലയുടെ ഇലയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അത് എണ്ണയും ഇലയും മിക്സാക്കി വെക്കുക. അതിനുശേഷം ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മൾ ഡയറക്റ്റ് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തു കൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുക. തിരിച്ചൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കുക. ഇതേ രീതിയിൽ ഒരു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. 1-2 ദിവസം ആകുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഇലയിലുള്ള സത്തുക്കളും അതിൻ്റെ കളറ് കാര്യങ്ങളെല്ലാം എണ്ണയിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 3-4 ദിവസം ആകുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് ചേഞ്ചായി ഒരു 7 ദിവസം ആകുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് പർപ്പിൾ വൈൻ കളറിലെത്തും. അപ്പോൾ ഇത്രയാണ് എണ്ണയുടെ കാര്യങ്ങൾ. വീഡിയോ പ്രയോജനകരമായിരുന്നെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.